കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് എങ്ങനെയെന്ന് 1. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത ഒബ്ജക്റ്റുകൾ കണ്ടെത്തുന്നത്. 2. കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത ഒബ്ജക്റ്റുകൾ കണ്ടെത്തുന്നത് എന്നിവയായിരുന്നു. അതിന്റെ തുടർച്ചയായി ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത വസ്തുക്കൾ കണ്ടെത്തുക എന്നതാണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രോക്സിമിറ്റി സെൻസറുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഫോട്ടോ ഇലക്ട്രിക് സെൻസറുകൾ അല്ലെങ്കിൽ ഫോട്ടോ ഐസ് എന്നും അറിയപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രിക് പ്രോക്സിമിറ്റി സെൻസറുകൾ പ്രകാശം ഉപയോഗിച്ച് വസ്തുക്കളുടെ സാന്നിധ്യം, അഭാവം അല്ലെങ്കിൽ ദൂരം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. വ്യാവസായിക ഓട്ടോമേഷൻ, നിർമ്മാണം, പാക്കേജിംഗ്, മറ്റ് വിവിധ ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ അവയുടെ വേഴ്സറ്റാലിറ്റിയും റിലയബിലിറ്റിയും കാരണം അവ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഫോട്ടോ ഇലക്ട്രിക് പ്രോക്സിമിറ്റി സെൻസറുകൾ അവയുടെ സെൻസിംഗ് പരിധിയിലുള്ള വസ്തുക്കളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അഭാവം കണ്ടെത്തുന്നതിന് പ്രകാശം ഉപയോഗിക്കുന്നു. അവയിൽ ഒരു എമിറ്ററും പ്രകാശം പുറപ്പെടുവിക്കുന്ന ഒരു റിസീവറും പ്രകാശം കണ്ടുപിടിക്കുന്നവ അടങ്ങിയിരിക്കുന്നു. എമിറ്ററിനും റിസീവറിനും ഇടയിലുള്ള പ്രകാശകിരണത്തെ ഒരു വസ്തു തടസ്സപ്പെടുത്തുമ്പോൾ അത് സെൻസറിന്റെ ഔട്ട്പുട്ട് പ്രവർത്തനക്ഷമമാക്കുന്നു. ഈ മോഡിൽ എമിറ്ററും റിസീവറും പരസ്പരം എതിർവശത്ത് സ്ഥാപിച്ചിരിക്കുന്നു. അവയ്ക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പിലൂടെ ഒരു വസ്തു കടന്നു പോകുമ്പോൾ അത് പ്രകാശകിരണത്തെ തടസ്സപ്പെടുത്തുകയും റിസീവറിന്റെ ഔട്ട്പുട്ട് സിഗ്നലിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ടാസ്ക് 1. ഫോട്ടോ ഇലക്ട്രിക് പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത വസ്തുക്കൾ കണ്ടെത്തുക. സ്റ്റെപ്പ് 1. നിങ്ങളുടെ സെൻസറിന്റെ പവർ റിക്വയർമെന്റുകൾ നിർണ്ണയിക്കുക. മിക്ക ഫോട്ടോ ഇലക്ട്രിക് സെൻസറുകളും ലോ വോൾട്ടേജ് DC പവറിൽ പ്രവർത്തിക്കുന്നു. സാധാരണയായി 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട് DC. സ്പെസിഫിക് വോൾട്ടേജിനും കറന്റ് റിക്വയർമെന്റിനും നിങ്ങളുടെ സെൻസറിന്റെ ഡേറ്റാ ഷീറ്റ് പരിശോധിക്കുക. സ്റ്റെപ്പ് 2. സെൻസറിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുക. സാധാരണഗതിയിൽ പവർ സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനലിനെ സെൻസറിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും പവർ സപ്ലൈയുടെ നെഗറ്റീവ് ടെർമിനലിനെ സെൻസറിന്റെ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യുന്നു. സ്റ്റെപ്പ് 3. ഡേറ്റാ ഷീറ്റിൽ നൽകിയിരിക്കുന്ന കണക്ഷൻ അനുസരിച്ച് ഒരു ഒബ്ജക്ട് കണ്ടെത്തുമ്പോൾ സൂചന നൽകുന്നതിന് ഒരു ലാമ്പ് അല്ലെങ്കിൽ ബസർ പോലെയുള്ള ലോഡ് കണക്ട് ചെയ്യുക. ഫോട്ടോ ഇലക്ട്രിക് സെൻസറുകൾക്ക് സാധാരണയായി ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ഉണ്ടായിരിക്കും. അതൊരു ഒബ്ജക്ട് കണ്ടെത്തുമ്പോൾ കണ്ടീഷൻ മാറ്റുന്നു. സെൻസർ തരത്തിനനുസരിച്ച് ഈ ഔട്ട്പുട്ട് NPN സിങ്കിംഗ് അല്ലെങ്കിൽ PNP സോഴ്സിംഗ് ആകാം. കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിയന്ത്രിക്കാനോ നിരീക്ഷിക്കാനോ ആഗ്രഹിക്കുന്ന ഉപകരണത്തിന്റെ ഇൻപുട്ടിലേക്ക് സെൻസറിന്റെ ഔട്ട്പുട്ട് ടെർമിനലുകൾ കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 4. സെൻസറിന്റെ എമിറ്ററും റിസീവറും ഫിക്സ് ചെയ്യുക. അങ്ങനെ എമിറ്റർ പുറപ്പെടുവിക്കുന്ന ലൈറ്റ് റേ റിസീവറിനെ ലക്ഷ്യം വെക്കുന്നു. വസ്തുക്കളെ കണ്ടെത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രദേശം സെൻസിംഗ് ഏരിയ ഉൾക്കൊള്ളുന്നുവെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 5. സെൻസർ ഓൺ ചെയ്ത് അത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. സെൻസറിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. ഒരു വസ്തുവും ലൈറ്റ് ബീമിനെ തടയുന്നില്ലെങ്കിൽ ഔട്ട്പുട്ട് ഒരേ കണ്ടീഷനിലായിരിക്കണം, ഉയർന്നതോ താഴ്ന്നതോ. സെൻസർ തരംതിരിച്ച് ഒരു വസ്തു ബീമിനെ തടസ്സപ്പെടുത്തുമ്പോൾ ഔട്ട്പുട്ട് ഓപ്പോസിറ്റ് കണ്ടീഷനിലേക്ക് മാറണം. നിങ്ങളുടെ ആപ്ലിക്കേഷനെ ആശ്രയിച്ച് നിങ്ങളുടെ സ്പെസിഫിക് റിക്വയർമെന്റുകൾക്കായി സെൻസറിന്റെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ മറ്റ് സെറ്റിംഗുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. റീക്യാപ്പ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഫോട്ടോ ഇലക്ട്രിക് പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത വസ്തുക്കൾ കണ്ടെത്താം.